അഖിലേട്ടൻ എന്തൊക്കെ അഖിൽമാരാർ അഖിൽമാരാർ അറിയില്ലേ? അഖിൽ കോട്ടത്തല അഖിൽമാരാർ എന്നുള്ള പേര് അദ്ദേഹം ബിഗ് ബോസിന് ഇറങ്ങി ശേഷിട്ട പേരാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എനിക്കറിയുന്ന അഖിൽരാജ് കോട്ടത്തല എന്നാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ബിഗ് ബോസ് എന്ന ഷോ കൊണ്ടാണ് അഖിൽ കോട്ടത്തലയെ പരിചയപ്പെടുന്നത് ജനങ്ങൾ. ഒരു കോമൺ മാനിൽ നിന്ന്, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടറിൽ നിന്ന് ഒരു പബ്ലിക്കിൽ ഫിഗർ ആകുന്നത് ഈ പറഞ്ഞ ബിഗ് ബോസ് കൊണ്ടാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. അപ്പൊ ആ ഷോനെ പറ്റി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഇന്ന് മുള്ളിയാമുട്ടി എന്നൊരു പടം ചെയ്തു. ഭയങ്കര ആക്ഷനൊക്കെ ആയിട്ട്. അപ്പൊ ആ പടത്തിന്റെ പ്രൊമോഷന് അയാൾ വീണ്ടും ആ ഷോയിൽ പോയി. എന്നിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് ആ ഷോനെ കുറ്റം പറഞ്ഞു. എന്ത് പ്രഹസനമാണ് സജി. എന്നിട്ട് ആ സിനിമേനെ വിമർശിക്കുന്നു, ഇവിടുത്തെ മുഖ്യമന്ത്രിനെ വിമർശിക്കുന്നു, എന്നെ വിമർശിക്കുന്നു. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അയാളുടെ ജീവിതത്തിൽ ഒരു നിലപാടില്ലാത്ത അൾട്ടിമേറ്റ് പുച്ഛമാണ് എനിക്ക് അയാളോട് പറയാനുള്ളത്. എന്താ പറഞ്ഞേ? അല്ല സാറ് വലിയ മനുഷ്യൻ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. നിലപാടുകളില്ല. കാര്യം നിലപാടുള്ള ഒരു മനുഷ്യൻ വിമർശിക്കില്ല. ബുദ്ധിയുള്ള മനുഷ്യന്മാർ അധികം വിമർശനമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഫോം വിളിച്ച് പറയാനുള്ള കാര്യങ്ങൾ അയാള് പബ്ലിക്കില് വീഡിയോ എടുത്തിട്ട് പിന്നെ റിയാസിനെ പറ്റി പറഞ്ഞു. റിയാസിനെ അവളെന്ന് വിളിക്കും. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു? മിസ്റ്റർ കോട്ടത്തലിനൊക്കെ നല്ല മനുഷ്യനാ റിയാസ് സലീം. ആള് നല്ല മനുഷ്യനാണ്. അയാൾ വ്യക്തിപരമായിട്ട് ഡീൽ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഇതുപോലെ വിമർശനവും ആളുകളെ പറ്റി കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യനേ അല്ല അയാൾ. നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. ഈ മിസ്റ്റർ കോട്ടത്തല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ലൊരു സോൾ ആണെങ്കിൽ, നല്ലൊരു ഹ്യൂമൻ ആണെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കില്ല. അത്രേ ഉള്ളൂ. എന്റെ ദൗത്യം കഴിഞ്ഞു. ഞാൻ പോട്ടെ.